നല്ലൊരു സന്തോഷം ഫീലായി. ആദ്യം ഒരു ഫൈറ്റ് നടന്നത് നിങ്ങൾ തമ്മിലായിരുന്നു തുടക്കത്തിൽ. പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അവള് കപ്പ് എടുക്കുന്നു. നമുക്ക് നല്ലതായിട്ട് കളിച്ച അവളാണ്. ഡേ 1 തൊട്ട് നമുക്ക് അറിയായിരുന്നു അവൾ കപ്പ് എടുക്കും. PR ആണോ കളിയാണോ നമുക്കറിയില്ല, പക്ഷേ എവിടെയോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി അനുമോൾ കപ്പ് എടുക്കും ഫസ്റ്റ് വീക്ക് തന്നെ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തു അല്ലേ? നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ കോമന്റ്സ് ഒക്കെ കാണുമ്പോൾ അനുമോളായിരിക്കും കപ്പ് എടുക്കാൻ പോകുന്നത്? അത് ഞങ്ങൾക്ക് അറിയാം. എവിടെയോ ഞാൻ കള്ളം പറയും. പക്ഷേ അനീഷും എടുത്താലും സന്തോഷമായിരുന്നു. ആരെടുത്താലും കുഴപ്പമില്ല. രണ്ടുപേര് ഞാൻ എടുത്തില്ലെങ്കിൽ ആരും എടുക്കട്ടെ, എനിക്ക് എന്താണ്. അതെ, എവ്രി വൺ ഇസ് എ ഗുഡ് പ്ലെയർ. ആരാണ് ജയിക്കേണ്ടത് നമുക്കറിയില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ വന്നൊരു പിക്കുണ്ട് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. അതായത് അനുമോൾ കപ്പെടുക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു, ക്ലാപ്പ് ഒക്കെ അടിച്ചു. എന്താണ് അങ്ങനെ? നിങ്ങൾ കണ്ടല്ലേ? ഞാൻ നിന്നിട്ട് ഞാനന്ന് ഹൂട്ട് ചെയ്തിട്ട് അത് ചില മീഡിയ സ്റ്റണ്ട്സ് ഒക്കെ ഉണ്ടാവും. മീഡിയ ആൾക്കാർ കളിക്കുന്ന നമ്മളൊന്നും ചെയ്യാറില്ല. I'm very happy because ഈ cup and the dream, like it's not my dream, it doesn't like, so I'm very happy anyone takes. അനുമോൾ ഒരു കരച്ചിൽ കാർഡ് എടുത്തു അങ്ങനെയൊക്കെ പറയുന്നതിനോട് ഡിസൈനിൽ എന്താ ഫീൽ? അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെടൽ കാർഡ്, കരച്ചിൽ കാർഡ് അങ്ങനത്തെ അനുമോൾ ഇനി നമുക്കറിയത്തില്ല. അവൾ ഇമോഷണൽ ആണ്. പൊതുവെ എപ്പോഴും കരയാറുണ്ട്. അപ്പോൾ നമുക്കറിയില്ല കാർഡാണോ അല്ലേ, പക്ഷേ ആളൊക്കെയാണ്, ആളെ പാവാണ്. ഗെയിമിൻ്റെ ഇടയിൽ ഉണ്ടായ സാധനങ്ങളൊക്കെയാണ്. നമ്മൾ പൊതുവെ രണ്ടുപേരും നല്ല പോസിറ്റീവാണ്. നല്ല ഗെയിമായിരുന്നു, നല്ല ഷോ ആയിരുന്നു. ഗെയിം തീർന്നു, ബിഗ് ബോസ് തീർന്നു, നമ്മുടെ ലൈഫ് ഇവിടെ തുടങ്ങുന്നു, നമ്മൾ അതിനു വേണ്ടി പോകുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ശൈത്യ വന്നു. ശൈത്യൊക്കെ വന്നതിന് ശേഷം അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് ഡിസൈനിൽ തോന്നുന്നുണ്ടോ? ഞാനപ്പോൾ വന്നില്ലായിരുന്നു ശൈത്യ വന്നപ്പോൾ. അവിടെ നടന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ ഫ്രണ്ട്സ് തന്നെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാക്ക് സ്റ്റാബ് അനുമോളുടെ കൂടെ നിന്നവരെന്ന് തന്നെ ഉണ്ടായതായിട്ട് ഡിസൈനിൽ ഫീൽ ചെയ്തു. എനിക്ക് മനസ്സിലായ പോലെ ഇല്ല. എനിക്ക് എന്നാ ഫീൽ ആവും? എനിക്ക് ഒരു ഫീൽ ആയില്ല. അത് കപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ കോമൻസിലാണെങ്കിലും അനുമോളുടെ കപ്പ് PR കൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ കമൻസ് ആണ്. ആര്യൻ എന്താണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? PR കാരണമാണ്. പക്ഷെ അതിലിപ്പോൾ എന്താ തെറ്റ്? എല്ലാവരും PR ചെയ്തിട്ടുണ്ട്, പക്ഷേ അനുമോൾ ചെയ്ത് റീച്ച് കുറച്ച് ബെറ്ററായി PR-ൽ, അത്രയല്ലേ ഉള്ളൂ. ഐ തിങ്ക് PR ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യായിരുന്നു ഇസ് വാട്ട് ഐ ഫീൽ ആഫ്റ്റർ ഐ ഫിനിഷ്ഡ്. ബട്ട് തെറ്റല്ല, പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ സാധനം തെറ്റല്ല. ഇപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് ആളുകൾ വന്നതിന് ശേഷം അനുമോൾക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കാരണം, അതായത് അനുമോളെ മാരകമയ്ക്ക് മോണർ ചെയ്തു എന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ പുറത്തുനിന്ന് ആളുകൾ വന്നപ്പോൾ? ആ സൈഡ് ഓഫ് ഗെയിം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഐ ഹവ് നോട്ട് തോട്ട് അബൌട്ട് ദാറ്റ് സൈഡ് ഓഫ് ഗെയിം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 85 ഡേയ്സ് അവിടെ ഞാൻ നിന്നു. ആ 85 ഡേയ്സിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഗെയിമോ സ്ട്രാറ്റജിയോ ആര് വന്നാലും എങ്ങനെ ഹൈപ്പ് ചെയ്യാൻ പറ്റും, ആര് വന്നില്ലെങ്കിലും എങ്ങനെ ഹൈപ്പ് ആവാതിരിക്കാൻ പറ്റും എനിക്കറിയില്ല. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ എന്താണ് സ്വഭാവം, ഞാൻ അവിടെ പോയിട്ട് കളിയും ചിരിയും കോമഡിയും ദേഷ്യവും എല്ലാം ഒരു രീതിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് ഗെയിം എങ്ങനെ ജയിക്കേണ്ട അറിയില്ല. പല ആൾക്കാർ പല കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒറ്റപ്പെടുത്തൽ കാർഡ് എടുത്തിട്ടുണ്ടാവും, പക്ഷേ എനിക്കതിൽ കൺഫേം ചെയ്യാൻ പറ്റില്ല. അത് അവളെടുത്ത കാർഡല്ലേ, അപ്പോൾ എനിക്കത് ചോദിക്കേണ്ടത് നിങ്ങൾ അവളോടായിരിക്കും. അവർ തമ്മിലായിരുന്നു ലാസ്റ്റ് ടിഷ്യൂ പേപ്പറിനൊരു വഴക്ക് നടന്നത്. ശരിക്കും ആര്യൻ ആരുടെ ഭാഗത്താണ് ശരിയെന്നാണ് ഫീൽ ചെയ്യുന്നത്? ഞാനത് കണ്ടിട്ടില്ല, സോറി, സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. ടിഷ്യൂ പേപ്പറിൻ്റെ ഞാൻ ഒരു സാധനമേ കണ്ടിട്ടില്ല അവിടെ. ഞാൻ ഇറങ്ങി എവിക്റ്റായ നല്ല വിഷമത്തിലായിരുന്നു. കപ്പ് ജയിക്കേണ്ട ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പോയത്. തോറ്റപ്പോൾ ഔട്ടായപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ ഷോ ഒന്നും കണ്ടിട്ടില്ല, അപ്പോൾ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല. അവിടെ അനുമോളെ ആശ്വസിപ്പിക്കാനും ആര്യനും ഒക്കെ ഉണ്ടായിരുന്നു. അനുമോള് സത്യസന്ധമായിട്ടാണ് കരഞ്ഞതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ആ വിഷയത്തിൽ? ഇല്ല, അതിൽ കുറച്ച് അനുമോള് നല്ല കണ്ടസ്റ്റൻ്റാണ്, നല്ല സാധനങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കരയുമ്പോൾ കുറച്ച് ഓവറാണ്. അപ്പോൾ അതിൽ ഞാൻ അവളെ കളിയാക്കാൻ പോയിട്ടുണ്ട്. അനു ഈ കരയണതൊക്കെ ഭയങ്കര ഓവറാണ്. പത്മശ്രീ അവാർഡൊക്കെ ഞാൻ തന്നു ഒരു ടവൽ എടുത്തിട്ട്. അതൊരു ഫണ്ണാണ്. എനിക്ക് അനുവിനെ പൊതുവെ ഇഷ്ടമാണ്, നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു ഫൺ രീതിക്ക് ഞാൻ ചെയ്തൊരു കാര്യങ്ങളൊക്കെയാണ്. നൂറൊക്കെ കുറച്ചും കൂടി നിൽക്കായിരുന്നു, പക്ഷേ എന്തായാലും സെയിം ഡേ അല്ല എവിക്റ്റ് ആണത് എല്ലാവരും. 1 day ബിഫോറിലുള്ളൂ, അപ്പോൾ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും നല്ല കണ്ടസ്റ്റൻ്റാണ്. ടോപ്പ് 5 എത്തിയത്. ടോപ്പ് 5 എല്ലാവരും ആഗ്രഹിച്ചും ഡിസേർവ് ചെയ്ത ആൾക്കാരൊക്കെയാണ് എത്തിയത്.